ഈ വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ KN ഗണേഷ് അടക്കമുള്ളവർ റിപ്പോർട്ടർ ചാനലിലൂടെ പ്രതികരിച്ചത് പ്രേക്ഷകർ കണ്ടു. അതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അതൃപ്തിയും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചതാണ്. ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ മറ്റൊരു തരത്തിലുള്ള പ്രതികരണം ഇന്നലെ നടത്തിയിരുന്നു. എന്തായാലും ഈ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭരണ നേതൃത്വത്തിനിടയിൽ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമം നടത്തുമ്പോൾ അത് ഒഴിവാക്കാനാണ് നീക്കം എന്നതാണ് പാർട്ടിയുടെ നിലപാടെന്നറിയുന്നു. നാളത്തെ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ളൊരു അസംതൃപ്തി ഈ വിദേശ സർവകലാശാലയുമായി ബന്ധപ്പെട്ടും സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടും ഉയർന്നിട്ടുണ്ട്. SFI അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ആ വ്യത്യസ്ത പ്രതികരണങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയാതെയാണ് ഈ വിഷയം ബഡ്ജറ്റിൽ വന്നത് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ അസ്വസ്ഥയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം? അരുൺ, സ്വകാര്യ സർവകലാശാല എന്ന പ്രഖ്യാപനം തന്നെ ഒരല്പം ബുദ്ധിമുട്ടോടുകൂടി സ്വീകരിക്കുന്നതിനിടയിലാണ്, അത് ആ യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വരും എന്ന് കരുതുന്നതിനിടയിലാണ് വിദേശ സർവകലാശാല എന്ന ഒരു പ്രഖ്യാപനം കൂടി ഈ ബജറ്റിൽ കടന്നു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കോൺക്ലേവ് നടത്തുമെന്ന പരാമർശമാണ് ഇപ്പോൾ വിവാദത്തിന് ഇടയാക്കിയത്. ഈ വിവാദത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഡോക്ടർ KN ഗണേശ്, അദ്ദേഹം ഒരു ചരിത്രകാരനാണ്, അധ്യാപകനാണ്, ഒപ്പം തന്നെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. KN ഗണേശ് അടക്കം നടത്തിയ പ്രതികരണങ്ങൾ ഈ വിവാദത്തെ ചൂടുപിടിപ്പിച്ചു. മാത്രമല്ല, വിദേശ സർവകലാശാല എന്ന ആ ഒരു നീക്കത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതായിരുന്നു പൊതുവിൽ ഉയർന്നു വന്ന വിമർശനം, SFI അടക്കമുള്ള സംഘടനകൾ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ബജറ്റ് പ്രഖ്യാപനത്തെപ്പറ്റി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രി R ബിന്ദുവിനും അറിവുണ്ടായിരുന്നില്ല എന്നതാണ്. അത്തരം ചില സൂചനകൾ വന്നു. അതോടുള്ള ചോദ്യത്തിന് ഒരല്പം കയർത്താണ് R ബിന്ദു സംസാരിച്ചതെങ്കിലും മാധ്യമങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ജനാധിപത്യ ബോധം വന്നിരിക്കുന്നതെന്നായിരുന്നു അവരുടെ ചോദ്യം. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കളും ഈ സംഭവത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൽ ശുപാർശയില്ല, മറിച്ച് ബജറ്റ് പ്രഖ്യാപനമായി കടന്നു വന്നതാകണമെന്ന് പരാമർശം നടന്നു. ഇങ്ങനെ വിവാദം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നത്. വിവാദം ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ മന്ത്രിയിൽ നിന്നോ ഈ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനിൽ നിന്നോ ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയും CPM നേതൃത്വവും നൽകിയിരിക്കുന്നത്. ഇതിന് കാരണം ഈ സർക്കാരിൽ, മന്ത്രിസഭയിൽ ഭരണ നേതൃത്വത്തിൽ ഒരു ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിന് വഴിമരുന്നിടുന്നതാവരുത് ഇത്തരത്തിലുള്ള പ്രതികരണം. അതുകൊണ്ടാണ് പ്രതികരണങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവാദം ഒഴിവാക്കാനുള്ള ഒരു വിശദീകരണം ബജറ്റിലെ മറുപടി പ്രസംഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ നൽകും. അതോടുകൂടി വിവാദങ്ങൾ അവസാനിക്കും എന്ന പ്രതീക്ഷയും കണക്കൂട്ടലുമാണ് CPM നേതൃത്വമുള്ളത്. എന്തായാലും നാളെ നടക്കുന്ന CPM സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യും. പാർട്ടിയുടെ അറിവും സമ്മതത്തോടും കൂടി തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഈ വിഷയം ബജറ്റിൽ പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയെ ബജറ്റ് പ്രസംഗം വായിച്ചു കേൾപ്പിക്കുന്ന ഔപചാരികമായ നടപടിയുമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വം അറിയാതെയല്ല ഈ പ്രഖ്യാപനം നടത്തിയത്. എങ്കിൽ പോലും വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നാളെ നടക്കുന്ന CPM സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യാൻ തന്നെയാണ് സാധ്യത. എന്തായിരിക്കും CPM സംസ്ഥാന സെക്രട്ടറിയിൽ എടുക്കാൻ പോകുന്ന തീരുമാനം? ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതിനൊരു തിരിച്ചുപോക്ക് ഉടനുണ്ടാവില്ല. കാരണം അത് UGC റെഗുലേഷന്റെ ഭാഗമായി രാജ്യമൊട്ടാകെ നടപ്പിലാകുന്ന ഒന്നാണ്. അതിൽ നിന്ന് കേരളത്തിൽ മാത്രമേ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതാണ് പാർട്ടി വിശദീകരിക്കാൻ ശ്രമിച്ചത്. എന്തായാലും നാളത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.